സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പെണ്ണേ, നിന്റെ ഭർത്താവ് പറയണം നീ നല്ലവളാണെന്ന്. ഭാര്യ ഭർത്താവിനെ കുറിച്ചും പറയണം, ഭർത്താവ് ഭാര്യയെക്കുറിച്ചും പറയണം. പറയുവോ? എടോ, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ചാടി കയറി ഭാര്യയെ ഒഴിവാക്കുന്നവരുണ്ടല്ലോ. ചാറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഫോണിൽ സംസാരിച്ചു, ഒന്ന് കണ്ടു, ഇന്നൊക്കെ കുറ്റമായി കാണുന്നവരുണ്ട്. അത് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നവരുണ്ട്. ഒന്നും നോക്കാതെ, സത്യം പോലും മനസ്സിലാക്കാതെ ഭാര്യയെ ഒഴിവാക്കുന്നവരുമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നീ ഇരിക്കുന്ന ആണുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഫോണുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. സ്വന്തമായിട്ട് ഫോണുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്ന് കൈവക്കടോ. കള്ളം പറയാൻ പാടില്ല, തമാശയ്ക്ക് പോലും പൊക്കിക്കേ. ഒന്ന് താഴ്ത്തിക്കേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ ഈ ഫോൺ കൊണ്ടുപോയിട്ട് ഭാര്യയുടെ കയ്യിൽ കൊടുക്കാൻ? ഇരിക്കുന്ന ആണുങ്ങൾ മനസ്സിലാക്കേണ്ടത്, സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പോലും ഇത്രയും ലോക്ക് ഉണ്ടാവില്ല. ഇവിടുത്തെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇരിക്കുന്ന ആ ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്കാ നമ്മുടെ ഫോണിൽ. നമ്മുടെ ഓരോ ഭർത്താക്കന്മാരുടെ ഫോണിലിട്ടിരിക്കുന്ന ലോക്ക്, പടച്ചവനെ സുബ്ഹാനല്ലാഹ്, ഇത്രയും വലിയ തുറക്കണമെങ്കിൽ ലോക്ക്, വാട്സപ്പിൽ കയറണമെങ്കിൽ ലോക്ക്, ഗ്യാലറി കയറണമെങ്കിൽ ലോക്ക്. ചിലരുടെ മുഖം നോക്കിയാലേ തുറക്കൂ, ചിലർ കൈ തന്നെ വേണം, വിരൽ തന്നെ വേണം, അല്ലേ? ഭാര്യയുടെ ഫോൺ ഭർത്താവും തൊടാൻ പാടില്ല, ഭർത്താവിൻ്റെ ഫോൺ ഭാര്യയും തൊടാൻ പാടില്ല. എന്തിനാ ഇത്ര ലോക്ക്? എന്തിനാ? അത് തന്നെ നിനക്ക് കാണാൻ പാടില്ലാത്ത ഉള്ളത് കൊണ്ടല്ലേ, നിന്റെ ഭാര്യ കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉള്ളത് കൊണ്ടല്ലേ നീ ലോക്കിടുന്നത്. നമ്മളെപ്പോഴും പറയുന്നൊരു മറുപടി, ഉസ്താദെ, കുട്ടികളെടുത്ത് ഗെയിം കളിക്കാതിരിക്കാൻ. പാപ്പ, നിന്നെക്കാളും വലിയ ഫോൺ നിന്റെ മക്കടയിലുണ്ട്, പിന്നെന്തിനാ അവർക്ക് നിന്റെ ഈ ഫോൺ? നിന്റെ ഇരിക്കണത് പട്ടി എറിയുന്ന ഫോൺ, മക്കളുടെ ഇരിക്കണ തലകണയുടെ അത്രയുള്ള ഫോണാ. ടാബും കൊണ്ടാ മക്കൾ നടക്കുന്നത്. നിന്റെ ഫോൺ ആർക്ക് വേണം? എടാ, ഇന്ന് നമ്മൾ പറയുന്ന മറുപടി. അപ്പൊ ഭാര്യ നീ എന്തിനാടി എൻ്റെ ഫോൺ എടുത്തേ? എന്തിനാ നീ എൻ്റെ ഫോൺ എടുത്ത് പരിശോധിച്ചെന്തിനാ? തല്ലുന്ന ഭർത്താക്കന്മാർ. ഭാര്യ ചോദിക്കണം, നിങ്ങൾക്ക് എന്താ എന്നെ സംശയരോഗമാ? എടുക്കാത്ത എന്താ? ഇതാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാ നമ്മുടെ അവസ്ഥ. ഇതാ സഹോദരങ്ങളെ. എന്നിട്ട് പറയുന്ന സന്തോഷമില്ല, സമാധാനമില്ല. ഇവിടെ ഭർത്താവിനെ ബഹുമാനിക്കാൻ പഠിക്കണം ഭാര്യ ബഹുമാനിക്കാൻ പഠിക്കണം ഭർത്താവ്. ഇന്ന് പെണ്ണുങ്ങൾ, ഞാനൊരു വീട്ടിൽ പോയപ്പോൾ ഒരു ഭാര്യ ഭർത്താവിനെ വിളിക്കുക, എടാ ഇങ്ങെടുക്കടാന്ന്. എടാന്നാ വിളിക്കണ ഒരു പെണ്ണ് ഭർത്താവിനെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ എന്താ വിളിക്കണമെന്ന് എനിക്കറിയാം. എന്താ വിളിക്കുക? ഇവിടെ ഭാര്യ ഭർത്താവ് എന്താ വിളിക്കുക? ഇക്കാന്ന? ഇക്കാന്ന? ചീത്ത വിളിക്കാതിരുന്നാൽ മതി പഠിച്ചാന്. ഞാൻ വീട്ടിൽ പോയപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയാം. എടാ വാടാന്ന് വിളിക്കുന്നില്ലേ? എടാ ഇങ്ങെടുക്കടാന്ന് ഭർത്താവിനോട്. ഭർത്താവിനെ പേര് വിളിക്കണ പെണ്ണുങ്ങളുണ്ട്. വാപ്പാനെ എങ്ങനെ വിളിക്കണത്? വാപ്പാന്ന് വിളിക്കുമോ? അബൂബക്കർ വാപ്പാന്ന് വിളിക്കുമോ? എങ്ങനെ വിളിക്കുക? എൻ്റെ പേര് സിറാജ്, എൻ്റെ മോൻ എന്നെ സിറാജ് വാപ്പാന്ന് വിളിക്കണോ വാപ്പാന്ന് വിളിക്കണോ? ഉമ്മാനെ എങ്ങനെ വിളിക്കണേ? ഉമ്മയുടെ പേര് എടുത്തിട്ട് വിളിക്കുക. ഇപ്പോൾ പെണ്ണുങ്ങൾ ആയിഷ ഫാത്തിമ ബീവി അലിയാരെ വിളിച്ചത് അലി എന്നല്ലേ പേരല്ലേ ഉസ്താദെ വിളിച്ചേ? ആദ്യം പോയി ചരിത്രം പഠിക്കും പെണ്ണെ. ഭർത്താവിൻ്റെ പേര് വിളിക്കാൻ പാടില്ല. ഭർത്താവ് കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറിക്കൊണ്ടിരിക്കുക. എല്ലാ പെണ്ണുങ്ങളും കല്യാണത്തിന് മുമ്പ് അവക്കൊരു പേര്, കല്യാണം കഴിഞ്ഞാൽ വേറെ പേര്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. പെണ്ണുങ്ങൾ, എൻ്റെ ഭാര്യയുടെ പേര് സുമയ്യ, കല്യാണം കഴിഞ്ഞാൽ പിന്നെ പേര് മാറി സുമയ്യ സിറാജ്. വാ മാഷാ അല്ലാഹ്, അല്ലേ? സുമയ്യ സിറാജ് പേര് മാറി. നിനക്കൊരു കാര്യം അറിയോ? ലോകത്ത് ഒരാളുടെ കൂടെ ഒരാളുടെ പേരെ ചേർക്കാവൂ, വേറെ ആരുടെയും പേര് ചേർക്കരുത്. ഒരാളുടെ പേരിൻ്റെ കൂടെ ഒരാളുടെ പേര് ചേർക്കാൻ പറ്റൂ. ആരുടെ പേര്? ജന്മം നൽകിയ ഉപ്പാൻ്റെ പേര്. വേറെ ആരുടെയും പേര് ചേർക്കരുത്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പേര് ഫാത്തിമ അലി എന്നായിരുന്നില്ല. ആയിഷ ബീബിയുടെ പേര് ആയിഷ മുഹമ്മദ് എന്നായിരുന്നില്ല. പഠിക്ക് ചരിത്രം. വാപ്പാടെ പേരല്ലാതെ വേറെ ആരുടെയും പേര് ചേർക്കാൻ പാടില്ല. കാരണം നിന്നെ കെട്ടി അയക്കുക എപ്പോൾ വേണമെങ്കിലും നിന്നെ തേച്ചിട്ട് പൊക്കളയും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. നിന്റെ ഭർത്താവിന് നിന്നെ എപ്പോൾ വേണമെങ്കിലും ഉപേക്ഷിച്ചൂടെ? നീ ആധാർ തിരുത്തുമോ? അപ്പോൾ ഞാൻ ചോദിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭാര്യ മരിച്ചുപോയി, 3 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 11 കഴിഞ്ഞു. കൂട്ടുകാരൻ വന്നിട്ട് ചോദിക്കുന്നു, അളിയ നല്ല ഒരു പെണ്ണുണ്ട്, ആലോചിക്കട്ടെ. അപ്പം ഭർത്താവ് പറയുക, 40 കഴിയട്ടെ അളിയ, നാട്ടുകാരെന്തെങ്കിലും പറയുമെന്ന്. എടാ, ഇന്നത്തെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥ പറയുകയാ. ഭർത്താവ് പറയുക, ഭാര്യ മരിച്ചിട്ട് 40 ആയില്ല, 40 കഴിയാതെ കെട്ടിയാൽ നാട്ടുകാരെന്തെങ്കിലും പറയും. അതുകൊണ്ട് നീ വെയിറ്റ് ചെയ്യ്, നമുക്ക് നോക്കാം, 40 കഴിയട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നീയോ എത്ര പെണ്ണുങ്ങളാ ഇരിക്കണം എന്ന് ആലോചിക്കേ. ഭർത്താവ് മരണപ്പെട്ടാൽ 4 മാസവും 10 ദിവസവും ഇരിക്കണം. ആര്? ഏതെങ്കിലും ഉമ്മാമ്മമാരിരുന്നാലായി. ഇപ്പം 40 കഴിയുമ്പോൾ പുറത്തിറങ്ങും പെണ്ണുങ്ങൾ. 40 പോലും ഇരിക്കുന്നില്ലടോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, കാലം അങ്ങനെ ആയിപ്പോയി. സ്നേഹമില്ലടോ ഭാര്യയും ഭർത്താവും തമ്മിൽ.
ഭാര്യയും ഭർത്താവും തമ്മിൽ ഇന്ന് സ്നേഹമില്ല. കാരണം മനസ്സുകൾ തുറക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് തുറന്ന് സംസാരിക്കുന്നില്ല. അതിൻ്റെ പുണ്യമൊന്നും നമുക്കറിയത്തില്ല. നമുക്ക് നിസ്കരിക്കുന്നതിൻ്റെ പുണ്യമറിയാം, നോമ്പ് പിടിക്കുന്നതിൻ്റെ പുണ്യമറിയാം. നബിതങ്ങൾ പറഞ്ഞെന്തെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം. അള്ളാഹുവിൻ്റെ വിശുദ്ധ സമാധാനമില്ലടോ നമുക്ക്, അല്ലേ? ഈ ഇരിക്കുന്ന ആണുങ്ങൾ പൈസ ഉണ്ട്, കാറുണ്ട്, വീടുണ്ട്, തിന്നാനുണ്ട്, ധരിക്കാനുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അള്ള നിനക്കെല്ലാം തന്നിട്ടുണ്ട്. എന്തേ വാപ്പ മുഖത്തൊരു സന്തോഷമില്ലാത്ത? ഈ പെണ്ണുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിനക്ക് അള്ളാഹു സ്വർണം തന്നു, വീട് തന്നു, കാറ് തന്നു, നിനക്കല്ല എല്ലാം വാരിക്കോരി തന്നു, എന്നിട്ട് നിൻ്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത എന്തേ ഇത്താന്ന് ചോദിച്ചാൽ പറയൂ, ഉസ്താദെ എൻ്റെ ഭർത്താവ് മാത്രം തലതിരിഞ്ഞു പോയി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പെണ്ണിനല്ല എല്ലാം കൊടുത്തു, കെട്ടിയ ഭർത്താവ് മാത്രം നേരെയായില്ല. നിങ്ങളോട് ഞാൻ ചോദിക്കാം, നിൻ്റെ സങ്കടം എന്തേ? ഉസ്താദ് എല്ലാം റബ്ബ് തന്നു, എനിക്കൊരു ഭാര്യയുണ്ട്, ഓള് നിസ്കരിക്കും, നോമ്പ് പിടിക്കും, ഖുർആൻ ഓതും, വഴുകക്കും, ശരീരം മറയ്ക്കും, എല്ലാം ചെയ്യും, നാവിന് ഇത്തിരി നീളം കൂടുതലാണ് ഉസ്താദെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പോയവിടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് സമാധാനമില്ലടോ. ഇന്ന് ലോകത്ത് സമാധാനമില്ല. സമാധാനം കിട്ടാനുള്ള വഴി അല്ല പറഞ്ഞു കല്യാണം കഴിക്കാൻ. അള്ളാഹു പറയുന്നു, നിങ്ങൾ വിവാഹം കഴിക്ക്, വിവാഹം കഴിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹു സമാധാനം തരുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കല്യാണം കഴിച്ചാൽ എന്ത് കിട്ടും? ഉറക്കപ്പറ, പെണ്ണ് കെട്ടി എന്ത് കിട്ടും? സമാധാനം കിട്ടും. കിട്ടിയോ? ഉണ്ടോ? അള്ള പറഞ്ഞത് കല്യാണം കഴിച്ചാൽ സമാധാനം കിട്ടുമെന്ന്. ഉണ്ടോ പെങ്ങളെ സമാധാനം? അതൊക്കെ എന്നേ പോയി ഉസ്താദേ, അല്ലേ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ട് നിങ്ങൾക്കറിയുന്ന വഴുത് കഴിഞ്ഞു, ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് നീ നിൻ്റെ ഭാര്യയെ കണ്ടു, നിൻ്റെ ഭാര്യ വഴുത് കേൾക്കാൻ വന്നിട്ടുണ്ട്. ഓളിങ്ങനെ നടന്നു പോകുമ്പോൾ നീ അവളുടെ കയ്യിലൊന്ന് പിടിക്ക്, നീ നിൻ്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിക്ക്. അള്ളാഹുവിൻ്റെ തൃപ്തി കരുതിയിട്ടാണ് നീ ആ കയ്യിൽ പിടിച്ചതെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം ആ കൈവിരലുകൾക്കിടയിലൂടെ അള്ളാഹു പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ മതി, നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപം, രണ്ടുപേരും ചെയ്ത പാപം ആ ഒരൊറ്റ കൈപിടുത്തത്തിൽ അള്ളാഹു പുറത്തുതരും. അതാണ് ഭാര്യയും ഭർത്താവും. ചിരിക്കാൻ പറ്റുമോ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട്? ഏത് ഭർത്താവ് ആമിന വല്ലവൻ്റെ ഭാര്യയെ കാണുമ്പോൾ ആമിന സുഖാണോടി, ഓ എന്തൊരു ഒലിപ്പീരാന്നറിയോ? വല്ലവൻ്റെ ഭാര്യയെ കാണുമ്പോൾ എന്തൊരു വിശേഷം. സ്വന്തം പെണ്ണും പിള്ള എടുത്ത് ഇന്നേ വരെ ചോദിച്ചിട്ടുണ്ടോ, വല്ലതും തിന്നോടി, നിനക്ക് സുഖമാണോടി എന്ന് ചോദിച്ചിട്ടുണ്ടോ? ആ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്ക സഹോദര, നഷ്ടമാകില്ല. അത് നിനക്ക് വലിയ പ്രയോജനമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത്, സ്നേഹിക്ക്, ഭാര്യ ആരാണെന്ന് മനസ്സിലാക്ക്, പരസ്പരം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. ഭാര്യയും ഭർത്താവെന്ന് പറഞ്ഞ ആരെങ്ങനെ തല്ലാനുള്ളവരല്ല. മരിച്ചാലും മറക്കാൻ പാടില്ല ഭാര്യയും ഭർത്താവും. നീ എത്ര പെണ്ണ് കെട്ടിയാലും നിന്റെ ഭാര്യയെ മറക്കരുത്. നീ വേറെ കല്യാണം കഴിച്ചോ, വേണ്ടാന്ന് ഞാൻ പറയണില്ല, പക്ഷെ നിന്റെ ഭർത്താവിനെ നീ മറന്നു പോകരുത്. അങ്ങനെ മറന്നു പോകാതിരിക്കാനുള്ള ഒരു ജീവിതം കാഴ്ചവെക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ ജീവിച്ച രണ്ടുപേരെ ഞാൻ പറഞ്ഞു തരട്ടെ. ഒരിക്കലും മറക്കാൻ കഴിയാത്ത രണ്ടുപേർ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ, അള്ളാഹുവിൻ്റെ റസൂൽ ഖദീജ ബീബിയെ വിവാഹം കഴിക്കുമ്പോൾ നബി തങ്ങൾക്ക് 25 വയസ്സ്, ഖദീജ ബീബിക്ക് 40 വയസ്സ്. പഠിക്കുമങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സ്, ഖദീജ ബീബിക്ക് 40 വയസ്സ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖദീജ ബീബിയും നബിതങ്ങളും 25 വർഷം ജീവിച്ചു എന്ന ചരിത്രം പഠിക്കുന്നേ. അള്ളാഹുവെ, ഒരു ദിവസം ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 65 വയസ്സായി. 65 വയസ്സുള്ള ഉമ്മയാ ഖദീജ ബീബി. കുളിച്ചൊരുങ്ങിയിട്ട് വീടിൻ്റെ വാതിലിൽ കാത്തു നിൽക്കുകയാ തൻ്റെ ഭർത്താവിനെ. നബിതങ്ങൾ വരുന്നത് കാത്തിട്ട് ഖദീജ ബീബി 65-ാമത്തെ വയസ്സിൽ, 25-ാമത്തെ വയസ്സിലല്ല, കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രം ധരിച്ച് വീടിൻ്റെ വാതിൽ നിൽക്കുകയാ. നബിതങ്ങൾ വരുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സലാം മടക്കിയിട്ട് ഖദീജ ബീബി സ്വീകരിച്ചു. വീടിനകത്തേക്ക് കയറിയിരുന്നു, കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഖദീജ ബീവി അടുത്ത് പോയിരുന്നു. നബിതങ്ങൾ ഇങ്ങനെ ഭക്ഷണം വാരി കഴിക്കുമ്പോൾ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, എനിക്കിത്തിരി വാരിത്തരുമോ നബിയെ? എനിക്കൂടെ ഒന്ന് വാരിത്തരുമോ നബിയെ? 25 വയസ്സല്ല, 65 വയസ്സുമ്മ. അള്ളാഹിൻ്റെ റസൂല് വാരിക്കൊടുത്തു.
ഖദീജ ബീബി ചോദിച്ചു, ഞാൻ വാരിത്തരട്ടെ നബിയെ? വാരിത്താ ഖദീജ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ നിൻ്റെ ഭാര്യയ്ക്ക് ഒരു ഉരുള ഭക്ഷണമെങ്കിലും വാരിക്കൊടുത്തിട്ടുണ്ടോ ഭർത്താവ്? ചിന്തിക്ക്. ഉണ്ടോ പെങ്ങളെ? ഫ്രണ്ടിൻ്റെ വായി കുത്തി കയറ്റി കൊടുത്തിട്ടുണ്ട്, എന്നാലും കൊടുക്കില്ല. സ്വന്തം ഭാര്യയുടെ വായിൽ നബിതങ്ങൾ വാരിക്കൊടുത്തു ഖദീജയ്ക്ക് ഭക്ഷണം കഴിച്ചു. രണ്ടുപേരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുമ്പോൾ ഖദീജ ബീബി ചോദിച്ചു, നബിയെ ഞാൻ മടിയിലൊന്ന് തലവെച്ച് കിടന്നോട്ടെ? കടക്ക് ഖദീജ. അള്ളാൻ്റെ റസൂലിൻ്റെ മടിത്തട്ടിൽ തലവെച്ചിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ കിടക്കുകയാ. നീ എവിടാ കിടക്കണ വാപ്പ? നീ എവിടാ കിടക്കണത്? ഇന്ന് 45-50 വയസ്സ് കഴിഞ്ഞ ഭർത്താവ് വേറെ റൂമിൽ, ഭാര്യ വേറെ റൂമിൽ, ഒരുമിച്ച് കിടക്കാറില്ല. വയസ്സാം കാലത്ത് കൂടെ കിടന്നിട്ട് കാര്യമില്ലല്ലോ, ഇല്ലേ? എന്നാൽ വയസ്സാം കാലത്തല്ലേ കൂടെ കിടക്കണ്ടേ? ഉമ്മ ഈ പ്രായത്തിലല്ലേ കൂടെ കിടക്കണ്ടേ? അള്ളാൻ്റെ റസൂലിൻ്റെ മടിത്തട്ടിൽ കിടക്കുക ഖദീജ ബീവി. നബിതങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട്. എന്തേ ഖദീജ നീ എന്നെ നോക്കി ചിരിക്കുന്നേ? എന്തൊരു ഗ്ലാമറാ നബിയെ നിങ്ങൾക്ക്! സുബ്ഹാനല്ലാഹ്. 65 വയസ്സുള്ള ഖദീജ ബീവി നബിതങ്ങളോട് ചോദിക്കുക, എന്തൊരു സൗന്ദര്യമാ നബിയെ നിങ്ങൾക്ക്! ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നലിച്ചിക്ക്. നബിതങ്ങളോട് ചോദിക്കുന്നു, എന്തൊരു ഗ്ലാമറാ നബിയെ? നബിതങ്ങൾ പറഞ്ഞു, ഖദീജ കുറേ കാലമായില്ലേ കാണാൻ തുടങ്ങിയിട്ട്? തിരിച്ച് നബിതങ്ങളും വിട്ടുകൊടുത്തില്ല. അങ്ങനെ രണ്ടുപേരും ഇതിനാടോ പ്രേമമെന്ന് പറയുന്നത്? ഇതിനാണ് പ്രണയമെന്ന് പറയുന്നത്? വല്ലവൻ്റെ ഭാര്യയെ പ്രണയിക്കലല്ല, വിവാഹം കഴിച്ചതിന് ശേഷം സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ കഴിയണം. അള്ളാൻ്റെ റസൂലും ഖദീജ ബീവിയും അങ്ങനായിരുന്നു. രണ്ടുപേരും ഇങ്ങനെ മടിത്തട്ടിൽ കിടക്കുമ്പോൾ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ കയ്യിലൊന്ന് മുറുകെ പിടിച്ചു. കയ്യിലിങ്ങനെ മുറുകെ പിടിച്ചിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയേ 25 കൊല്ലമായി ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയിട്ട്, 25 വർഷമായി ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയിട്ട് നബിയെ അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും എൻ്റെ നാവിൽ നിന്ന്, എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണേ നബിയെ. അള്ളാൻ്റെ റസൂല് ചോദിച്ചു, ഇന്ന് എന്ത് പറ്റി ഖദീജ? എന്തേ നീ പൊരുത്തം ചോദിക്കുന്നത്? ഇന്ന് പൊരുത്തം ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, എൻ്റെ മരണം അടുത്തെന്ന് തോന്നുന്നു നബിയേ, എൻ്റെ മരണമടുത്തു നബിയേ. അള്ളാന്റെ റസൂലിനോട് പറയുമ്പോ ലോകത്തിൻ്റെ നേതാവ് തൻ്റെ കൈകൊണ്ട് ഖദീജ ബീബിയുടെ വായങ്ങ് പൊത്തിപ്പിടിക്കുകയാണ്. പറയല്ലേ ഖദീജ, അങ്ങനെ പറയല്ലേ ഖദീജ, നീ എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഖദീജ. പെങ്ങളെ, ഖദീജ ആരാണെന്നറിയോ? ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത പ്രതിഫലമാണ് അല്ലാഹ് ഖദീജയ്ക്ക് കൊടുക്കുന്നത്. ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു പെണ്ണിനും അങ്ങനെ ഒരു പ്രതിഫലം കിട്ടൂല. എന്താണ് പ്രതിഫലമെന്നറിയോ? സ്വർഗത്തിലൊരു മുത്തുകൊണ്ട് പണിത കൊട്ടാരമാ. സ്വർഗത്തിലൊരു മുത്തുകൊണ്ട് പണിത കൊട്ടാരമാണ് അല്ലാഹ് ഖദീജ ബീബിക്ക് കൊടുക്കുന്നത്. എന്തിനാണെന്നറിയോ? 25 കൊല്ലം നബി തങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ടില്ല. നബി തങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാണ് ഖദീജയ്ക്ക്. ആ ഖദീജ ബീബി 25 കൊല്ലം അല്ലാഹുവിൻ്റെ റസൂൽ എന്ന ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും നബി തങ്ങളുടെ മുമ്പിൽ ഖദീജയുടെ ശബ്ദമുയർന്നിട്ടില്ല. പെങ്ങളെ, ആ ഖദീജയ്ക്ക് അല്ലാഹ് സ്വർഗത്തിലൊരു കൊട്ടാരം കൊടുക്കുന്നത് ലഭിക്കുമോ പെണ്ണേ? നിന്റെ ഭർത്താവിൻ്റെ ഏറ്റവും വലിയ പരാതി നിന്റെ നാവാ പെണ്ണേ. ബഹുമാനിക്കാൻ പഠിക്കണം പെങ്ങളെ, ബഹുമാനിക്കാൻ പഠിക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വായങ്ങ് പൊത്തിപ്പിടിക്കുകയാണ്. പൊരുത്തം ചോദിക്കല്ലേ ഖദീജ, എന്നോട് യാത്ര പറയല്ലേ ഖദീജ. എനിക്ക് നിന്നെക്കുറിച്ച് പറയാൻ പരാതിയൊന്നുമില്ല, എനിക്കൊരു പരാതിയും പറയാനില്ല. ഖദീജ ബീബി ചാടി എഴുന്നേറ്റു, നബിതങ്ങൾക്ക് ചുംബനം കൊടുത്തു, നബിതങ്ങൾക്ക് ചുംബനം കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ചെവിയിൽ ഇങ്ങനെ ചുണ്ട് ചേർത്ത് വെച്ചിട്ട് ഖദീജ ഉമ്മ പറഞ്ഞു, നബിയേ, 3 ആഗ്രഹമുണ്ട് നബിയേ.
സാധിപ്പിച്ച് തരുമോ നബിയേ? എനിക്ക് മൂന്ന് ആഗ്രഹമാണുള്ളത്. അല്ലാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, എന്തേ ഖദീജ, എന്തേ ഖദീജ? 65 വയസ്സുകാരി നബി തങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, ഞാൻ മരിച്ചാ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് നിങ്ങളാ നബിയേ. എൻ്റെ ജനാസ നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. എൻ്റെ ശരീരം ഒരു പെണ്ണുപോലും കാണുന്നത് എനിക്കിഷ്ടമല്ല നബിയേ. ഒരു പെണ്ണുപോലും അങ്ങ് കണ്ട ശരീരം കാണരുത്, എനിക്കതിഷ്ടമല്ല. എൻ്റെ ജനാസ നിങ്ങൾ വേണം കുളിപ്പിക്കാൻ, എൻ്റെ ജനാസ നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. അള്ളാൻ്റെ റസൂലിനോട് ചോദിച്ചു, കുളിപ്പിക്കുമോ നബിയേ? റസൂലുള്ള സമ്മതിക്കുകയാണ്. രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, എൻ്റെ മയ്യത്ത് പൊതിയുമ്പോൾ, എൻ്റെ ജനാസ പൊതിയുമ്പോ അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാൾ എനിക്ക് വേണം നബിയേ. എൻ്റെ കഫൻ തുണിക്കകത്ത് ഈ ഷാള് വെച്ച് പൊതിയണം നബിയേ. നിങ്ങളില്ലാതെ എനിക്കുറങ്ങാൻ പറ്റില്ല നബിയേ. ഖിയാമത്ത് നാൾ വരെ ഖബറിനകത്ത് കിടക്കണമെങ്കിൽ നിങ്ങളുടെ സുഗന്ധം വേണം നബിയേ, നിങ്ങളുടെ സുഗന്ധം വേണം നബിയേ. നിങ്ങളില്ലാതെ എനിക്കതിനകത്ത് കിടക്കാൻ കഴിയില്ല. ഇതിനാ പെണ്ണേ സ്നേഹമെന്ന് പറയുന്നത്, ഇതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. ആ ഖബറിൽ കിടക്കുമ്പോഴും നിങ്ങളുടെ സുഗന്ധം എനിക്ക് വേണം. ഈ തുണി എനിക്ക് തരുമോ നബിയേ? അല്ലാഹുവിൻ്റെ റസൂൽ അവിടെന്ന് സമ്മതിച്ചു. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ മൂന്നാമതായിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ ഖബറിനകത്ത് നിങ്ങൾ ഇറങ്ങണം നബിയേ. നിങ്ങൾ വേണം എൻ്റെ ഖബറിനകത്ത് ഇറങ്ങാൻ. എൻ്റെ ജനാസ ഖബറിൽ ഇറക്കി വെക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ വേണം എനിക്ക് മണ്ണ് വാരി വെക്കാൻ, നിങ്ങളുടെ കൈ കൊണ്ട് വേണം എനിക്ക് മണ്ണ് വാരി വെക്കാൻ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ലോകത്തോട് വിട പറയുകയാ. അല്ലാഹുവിൻ്റെ റസൂലാണ്, ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത ഭാഗ്യം നബി തങ്ങളാ ഖദീജ ബീവിയുടെ മയ്യത്ത് കുളിപ്പിച്ചത്. നബി തങ്ങളുടെ കണ്ടടത്തിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. ഖദീജ ബീവിയുടെ മയ്യത്ത് കുളിപ്പിച്ചു. കഫം പുതിയ സമയമാകുമ്പോ തന്റെ ചുമലിൽ കിടന്ന ഷാളെടുക്കുകയാണ്, തന്റെ ചുമലിൽ കിടന്ന ഷാളെടുക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ അവസാനത്തെ ചുംബനം കൊടുക്കുകയാ. ഖദീജ ബീവിയുടെ കഫം തുണിക്കകത്ത് ആ ഷാള് വെച്ചങ്ങ് മയ്യത്ത് പൊതിയുകയാണ്. ഖബറിലേക്ക് നബി തങ്ങൾ ഇറങ്ങി ഖദീജയുടെ ജനാസ താങ്ങിയെടുത്തു. ഖദീജ ബീവിയുടെ ജനാസ താങ്ങിയെടുത്തു, ഖബറിനകത്തേക്ക് ഇറക്കി വെച്ചു. അല്ലാഹുവിൻ്റെ റസൂലാണ് പിടിമണ്ണ് വാരിയത്, നബി തങ്ങളാണ് മണ്ണ് വെച്ചത്. ഖദീജ ബീബിയുടെ കഫം തുണി നനയുകയാ. അവിടുന്ന് കരഞ്ഞടോ, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ. ആ മയ്യത്ത് ഖബറടക്കിയതോടുകൂടി തീർന്നില്ല. അല്ലാഹുവിൻ്റെ റസൂലും മരിക്കുന്ന കാലം വരെ ഖദീജ ഖദീജ ഖദീജ. അല്ലാഹുവിൻ്റെ റസൂലിന് ഖദീജാനെ മതിയായിരുന്നു. ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. എന്നാലും നബി തങ്ങൾ എപ്പോഴും പറയും, എൻ്റെ ഖദീജ എങ്ങനാ, എൻ്റെ ഖദീജ ഇങ്ങനാ. അല്ലാഹുവിൻ്റെ റസൂൽ എപ്പോഴും ഖദീജയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ആയിഷാന് സഹിച്ചില്ല. പ്രായം കുറവല്ലേ. ആയിഷ ബീബി എപ്പോഴും ഖദീജയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ദേഷ്യം വന്നിട്ട് ചോദിച്ചു, നബിയേ, ഈ കിളവിയല്ലാതെ വേറെ ഒരു പെണ്ണുമില്ലേ നബിയേ? ഈ കിളവിയോട് മാത്രം ഇത്ര സ്നേഹം എന്തേ നബിയേ? കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ മുത്തുനബി കരഞ്ഞടോ. എന്തിനാണെന്നറിയുവോ? തൻ്റെ ഖദീജയെ കിളവി എന്ന് വിളിച്ചത് നബി തങ്ങൾക്ക് സഹിച്ചില്ല. അല്ലാഹുവിൻ്റെ റസൂല് കരയുകയാ, നീയൊക്കെ എൻ്റെ ഖദീജയെ പോലെയാകില്ല. പെങ്ങളെ, ഒരു നല്ല ഭക്ഷണം കിട്ടിയാൽ, ആരെങ്കിലും ഒരു നല്ല ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്താ നബി തങ്ങൾ പറയും, എൻ്റെ ഖദീജയുടെ കൂട്ടുകാരികളുടെ വീട്ടിൽ കൊണ്ടുകൊടുക്ക്. തൻ്റെ ഭാര്യയോടുള്ള സ്നേഹം കാരണം
ഭാര്യയുടെ കൂട്ടുകാർക്ക് പോലും ഭക്ഷണം കൊടുത്ത പ്രവാചകരാ. ഇതിനാ സ്നേഹമെന്ന് പറയുന്നത്, ഇതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയണം സഹോദരാ, ഇങ്ങനെ ജീവിക്കാൻ കഴിയണം സഹോദരാ. ഭാര്യയ്ക്ക് ഭർത്താവ് മാതൃകയാകൂ, ഭർത്താവിന് ഭാര്യ മാതൃകയാകൂ. അങ്ങനെ പരസ്പരം മാതൃകയായി ജീവിച്ച റബ്ബേ മക്കള് നന്നാകുമടോ. നല്ല മക്കളുണ്ടാകുന്നത് അവിടെ നിന്നാണ്. ഈ നബിതങ്ങളുടെയും ഖദീജയുടെയും മകളാണ് മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ. ഫാത്തിമ ഈ ഖദീജയുടെ മകളല്ലേ, ഈ നബിതങ്ങളുടെ മകളല്ലേ, ഈ ഉപ്പയുടെയും ഉമ്മയുടെയും മകളായ ഫാത്തിമ ബീബി. നിന്നെ പോലെ 50 കൊല്ലമൊന്നും ജീവിച്ചില്ല പെങ്ങള്. 29ാമത്തെ വയസ്സിലാ ഖദീജയുടെ പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ 29ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. ഫാത്തിമ ബീബിയുടെ മരണമെടുത്തപ്പോ ഫാത്തിമയും തന്റെ ഭർത്താവിനോട് പറഞ്ഞത് 3 വസിയത്താ. ഒന്നാമത്തെ വസിയത്ത്, അലിയേ ഞാൻ മരിച്ച എൻ്റെ മയ്യത്ത് രാത്രിയിൽ വേണം ഖബറടക്കാൻ. എന്തേ ഫാത്തിമ, എന്തേ ഫാത്തിമ? അലിയേ എൻ്റെ മയ്യത്ത് പൊതിയുന്നത്, മയ്യത്ത് ചുമക്കുന്നത്, മയ്യത്ത് ഖബറിൽ ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരാണ് അലിയേ. എൻ്റെ ശരീരത്തിൻ്റെ വടിവ് കാണുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് എൻ്റെ ജനാസ രാത്രിയിൽ വേണം ഖബറടക്കാൻ. 2 അലിയേ, രണ്ടാമത് നിങ്ങളൊരു വിവാഹം കഴിക്കണേ അലിയേ. ഫാത്തിമയുടെ 2ാമത്തെ വസിയത്താണ്, രണ്ടാമത് നിങ്ങളൊരു വിവാഹം കഴിക്കണം. 3 എൻ്റെ മക്കളെ തല്ലല്ലേ, എൻ്റെ ഹസനിനെയും ഹുസൈനിനെയും തല്ലല്ലേ, എൻ്റെ പൊന്നുമക്കളെ വേദനിപ്പിക്കല്ലേ. ഈ 3 വസിയത്താണ് ആ ഖദീജ ഉമ്മയുടെ മകളും ചെയ്തു വെച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവര്, നമ്മളെ കണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. പാപ്പാനെയും ഉമ്മാനെയും കണ്ടാട് നമ്മുടെ മക്കൾ വളരുന്നത്. അതുകൊണ്ട് നമ്മൾ നല്ലവരാകു, നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃകയാകു. ഭർത്താവിന് ഭാര്യ മാതൃകയാകു, ഭാര്യയ്ക്ക് ഭർത്താവ് മാതൃകയാകു. പടച്ചവനെ അങ്ങനെ ജീവിച്ചാ നാളെ മരണപ്പെട്ടതിന് ശേഷം ഭർത്താവിനോട് ഭാര്യയെക്കുറിച്ച് ചോദിക്കുമ്പോ ഭർത്താവ് പറയും, അവളെ പോലെ ഒരു നല്ല പെണ്ണിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അവളാണ് എൻ്റെ വിജയം, അവളുടെ ദുആയായിരുന്നു, അവളുടെ ബലത്തിലാ ഞാൻ നടന്നത്. ഭർത്താവിനെ കുറിച്ച് ഭാര്യയോട് ചോദിക്കുമ്പോ ഭാര്യ പറയുന്നു, ഏതോ പാതിരാത്രി വന്ന് കടന്നാലും എൻ്റെ ഇക്ക സുബഹി നിസ്കരിക്കാറുണ്ട്. ഇതുപോലെ ഒരു നല്ല മനുഷ്യന് എപ്പോഴും ഭാര്യ പറയേണ്ടത് അങ്ങനാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിർത്തുകയാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മന്നസിന അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്ന. 4 പേരാണ് നല്ലത് പറയേണ്ടത്. 1 നിന്റെ കൂട്ടുകാരനാണ്, 1 നിന്റെ കൂട്ടുകാരനാണ്. 2 നിന്റെ ഭാര്യ പറയണേ, നിന്റെ ഭർത്താവ് പറയണേ. നീ നല്ലവനാണെന്ന് സാക്ഷി പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ മാതൃകാപരമായ ഒരു ജീവിതം നയിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ.